എല്ലാവർക്കും നമസ്കാരം. തെങ്ങ് കൃഷിയുടെ രണ്ടാം പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ വിവിധ തരം തെങ്ങുകളെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചിരുന്നത്. പൊക്കം കൂടിയതും പൊക്കം കുറഞ്ഞതും അതുപോലെ തന്നെ സങ്കര ഇനത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞ് നിർത്തിയത്. ഇന്നിപ്പോൾ ഈ തെങ്ങ് നടീലിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ തെങ്ങ് നടുമ്പോൾ, പൊക്കം കൂടിയ തെങ്ങ് നമ്മൾ നടുമ്പോൾ ഏകദേശം 1 മീറ്റർ താഴ്ചയും 1 മീറ്റർ വീതിയും 1 മീറ്റർ നീളവുമുള്ള കുഴികളെടുത്ത് ആ കുഴിയിൽ ഈ വിത്ത് തേങ്ങയുടെ ഒരു 1/4 ഭാഗമെങ്കിലും ഇറങ്ങിയിരിക്കത്തക്കവണ്ണമുള്ള ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലാണ് നമ്മൾ ഈ തെങ്ങ് നടേണ്ടത്. ആ നടുന്ന സമയത്ത് നമ്മൾ അല്പം ഡോളോമൈറ്റൊക്കെ ഇട്ട് നടുക. എന്തെങ്കിലും ജൈവവളങ്ങൾ, ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇടാം. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ തെങ്ങ് നട്ടതിന് ശേഷം 1 മാസം കഴിഞ്ഞ്, ഏകദേശം 1-1.5 മാസം കഴിയുമ്പോഴത്തേക്കും വേര് വന്നു തുടങ്ങുമ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ജൈവവളങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയാകുന്നതാണ്. തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ചിട്ട് അതുപോലെ തന്നെ വൃക്ഷത്തലപ്പത്തിൻ്റെ നീളത്തിൻ്റെ അനുസരിച്ചിട്ടൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കുഴിയെടുത്ത് തെങ്ങ് വയ്ക്കുന്നത്. ഏകദേശം 7.5 മീറ്റർ മുതൽ 9 മീറ്റർ വരെ അകലത്തിൽ തെങ്ങ് വെച്ച് കഴിഞ്ഞതിന് ശേഷം അതൊരു ചതുരാകൃതിയിലാണ് വെക്കണമെങ്കിൽ ഏകദേശം 124 തെങ്ങ് മുതൽ ഒരു 177, 180 തെങ്ങ് വരെ ഒരു ഹെക്ടർ സ്ഥലത്ത് നമുക്ക് നടാനായിട്ട് സാധിക്കും. അത് ഈ പൊക്കം കുറഞ്ഞ ഇനമാണ് നമ്മൾ നടുന്നതെങ്കിൽ ഈ കുഴിയുടെ അളവിന് ചെറിയൊരു വ്യത്യാസം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. എന്ന് പറയുമ്പോൾ ഏകദേശം 1 മീറ്റർ, ഒരു 20 സെൻറ്റിമീറ്റർ ഓളം താഴ്ചയിൽ കുഴിയെടുത്തതിന് ശേഷം, എന്ന് പറഞ്ഞാൽ 120 സെൻറ്റിമീറ്റർ താഴ്ചയിൽ കുഴിയെടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഡോളോമൈറ്റോ അതുപോലെ തന്നെ ചാണകപ്പൊടി, ചാരം പോലുള്ള എന്തെങ്കിലും വളങ്ങളിട്ട് ഒരു 60 സെൻറ്റിമീറ്റർ കുഴി നികത്തിയതിന് ശേഷം അതിൻ്റെ മേളിലാണ് ഈ പൊക്കം കുറഞ്ഞ ഇനങ്ങൾ നമ്മൾ നടുന്നത്. അതാണ് കുറച്ചുകൂടെ ഉചിതം. പൊക്കം കുറഞ്ഞ ഇനം ഗംഗാബോണ്ടം, അതുപോലെ തന്നെ ചാവക്കാടൻ പച്ച, ചാവക്കാടൻ യെല്ലോ, മലയൻ യെല്ലോ പോലുള്ള തൈകൾ അങ്ങനെ നടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഈ പൊക്കം കുറഞ്ഞ ഇനത്തിന് അത്രയും കുഴി മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പൊക്കം കുറവായതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ശരിക്കും കുഴി 1 മീറ്റർ 20 സെൻറ്റിമീറ്റർ താത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പകുതി വരെ അതിനകത്ത് നമ്മൾ വളവും ഇട്ട് മൂടിയതിന് ശേഷമാണ് തെങ്ങ് വെച്ചേക്കണമെന്ന് മാത്രമേ അതിനകത്തൊരു വ്യത്യാസമുള്ളൂ. അതുപോലെ തന്നെ സങ്കര ഇനം തെങ്ങ് വയ്ക്കുമ്പോഴാണെങ്കിലും ഏകദേശം 1 മീറ്റർ താഴ്ചയോളം കുഴിയെടുത്തതിന് ശേഷം അതിനകത്തൊരു മാൺകുഴി പോലെ തേങ്ങ ഇറങ്ങിയിരിക്കത്തക്ക രീതിയിലുള്ള ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ പൊക്കം കൂടിയ തെങ്ങ് വയ്ക്കുന്ന ആ രീതിയിൽ തന്നെ അത് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയാണ് നമ്മൾ തെങ്ങ് നടുന്ന രീതിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ തെങ്ങ് കൃഷി ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊന്ന് പറയാം. നല്ലവണ്ണം നീർവാർച്ചയുള്ള പ്രദേശം ആയിരിക്കണം. എന്നാൽ അത്യാവശ്യം തണുപ്പ് കിട്ടുന്ന പ്രദേശം കൂടി ആയിരിക്കണം. ഈ പൊക്കം കൂടിയ ഇനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഉണക്കിനെ അതിജീവിക്കാനായിട്ട് അതിന് കഴിയും. അപ്പോൾ ഒരു നന കിട്ടിയില്ലെങ്കിൽ പോലും അത് കുഴപ്പമൊന്നും വരാതെ തന്നെ അത് മഴയെ ആശ്രയിച്ച് തന്നെ നിലനിൽക്കുന്ന ഒരിനമാണ് പൊക്കം കൂടിയ ഇനം. ആ സമയത്ത് സങ്കര ഇനം ആണ് നമ്മൾ കൃഷി ചെയ്യുന്നെങ്കിൽ അതിന് മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമല്ല. അത് നമുക്ക് നന കൊടുക്കണം. അപ്പോൾ അതിന് പറ്റിയ ജലസേചന സൗകര്യമുള്ള പ്രദേശമായിരിക്കണം പ്രത്യേകിച്ച് സങ്കര ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കുമ്പോൾ. ഇനി നമുക്ക് വളപ്രയോഗത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതായത് തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ തെങ്ങ് വെക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ജൈവവളങ്ങളൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ തെങ്ങ് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് ജൈവവളം കൊടുക്കാം. ജൈവവളം കൊടുക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 100 ഗ്രാം നൈട്രജൻ കിട്ടാവുന്ന രീതിയിലും ഒരു 160 ഗ്രാം ഫോസ്ഫേറ്റും ഒരു 200 ഗ്രാം പൊട്ടാഷ്യം കിട്ടാവുന്ന രീതിയിൽ ഏതെങ്കിലും ജൈവവളങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും ചാരം പോലുള്ള വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അത് 1 വർഷം കഴിഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ അതിനേക്കാൾ ഒരു അല്പോളം കൂട്ടി നമുക്ക് നൈട്രജൻ കിട്ടാവുന്ന രീതിയിൽ ഫോസ്ഫേറ്റും പൊട്ടാഷ്യം കിട്ടാവുന്ന രീതിയിൽ ജൈവവളമോ രാസവളമോ നമുക്ക് ചെയ്യുന്നതിന് വിരോധമില്ല. അത് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ തെങ്ങ് കായ്ച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വളപ്രയോഗം ഒരു വർഷത്തിൽ ഒരു 500 ഗ്രാം നൈട്രജൻ എങ്കിലും ഒരു തെങ്ങിന് കിട്ടത്തക്ക രീതിയിൽ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ഏകദേശം 320 ഗ്രാം ഫോസ്ഫേറ്റ് ഒരു തെങ്ങിന് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പൊട്ടാഷ്യം ആണെങ്കിൽ 1200 ഗ്രാം കിട്ടത്തക്ക രീതിയിൽ പൊട്ടാഷ്യം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുകൂടാതെ നമുക്ക് ജൈവവളങ്ങൾ, ധാരാളം ജൈവവളങ്ങൾ തെങ്ങിന് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പച്ചിലവളം ഉപയോഗിക്കാം, കാലിവളം ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഈ സ്റ്റെറാമീൽ പോലുള്ള വളങ്ങൾ ഉപയോഗിക്കാം, ബോൺ മീൽ ഉപയോഗിക്കാം, നീം കേക്ക് പോലുള്ള വളങ്ങൾ ഉപയോഗിക്കാം. ഇതെല്ലാം നമുക്ക് നമ്മുടെ കിട്ടുന്ന മുറയനുസരിച്ച് നമുക്ക് ജൈവവളങ്ങൾ ധാരാളം കൊടുക്കുന്നത് വളരെ നല്ലതാണ്.
പിന്നെ ഈ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ തെങ്ങിൻ്റെ ചോടൊക്കെ കിളച്ച് ഇങ്ങനെ തടമെടുത്തിട്ട് വളം ചെയ്യുന്ന രീതി ആണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ അധികം ചെയ്യുന്നത്. അപ്പോൾ ഈ തടമെടുക്കുമ്പോൾ അതിനകത്ത് ഈ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ഉടനെ തന്നെ ഉപയോഗിക്കും. അതായത് മറ്റു വളങ്ങൾ ചവറ് ചാണകമൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ തടം എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം ഉപയോഗിക്കുന്ന ഒരു പതിവ് നമ്മുടെ ഇവിടെയുണ്ട്. അത് വളരെ നല്ലതാണ്. കാരണം തെങ്ങിന് കാൽസ്യവും നന്നായിട്ട് ആവശ്യമുള്ള ഒരു വൃക്ഷമാണ്. അതുപോലെ തന്നെ മഗ്നീഷ്യം വളരെ അത്യാവശ്യമുള്ളൊരു വൃക്ഷമാണ്. ഇപ്പോൾ ഡോളോമൈറ്റ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാൽസ്യവും മഗ്നീഷ്യവും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാൽസ്യം മാത്രമാണ് അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. എന്നാൽ ഈ തെങ്ങിന് തടമെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാൽസ്യവും മഗ്നീഷ്യവും സൾഫറും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഉൽപ്പന്നം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് CMS കോംപ്ലക്സ് എന്നാണ് അതിൻ്റെ പേര്. മിക്കവാറും വളക്കടകളിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. തെങ്ങിന് തടമെടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ CMS കോംപ്ലക്സ് തെങ്ങിന് ചോട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് കാൽസ്യവും അതുപോലെ തന്നെ മഗ്നീഷ്യവും സൾഫറും, അതായത് സെക്കൻഡറി എലമെൻറ്റ്സ് ആയിട്ടുള്ള ഈ മൂലകങ്ങൾ തെങ്ങിന് ലഭിക്കും. അത് തെങ്ങിന് മാത്രമല്ല, നമ്മളിപ്പോൾ വാഴയ്ക്കായാലും നെൽകൃഷിക്കായാലും ധാരാളം ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അത് നമ്മൾ ഈ ഫാക്ടംബോസ് പോലുള്ള അല്ലെങ്കിൽ തരി രൂപത്തിലുള്ള ഗ്രാനുൾ രൂപത്തിലുള്ള ഒരു ഉൽപ്പന്നമാണ്. അതിനകത്ത് ഏകദേശം 18% കാൽസ്യവും 8% മഗ്നീഷ്യവും ഏകദേശം 15% അടുത്ത് അതിനകത്ത് സൾഫറും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഉൽപ്പന്നമാണ്. നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്. മാത്രമല്ല നമുക്കതിനകത്ത് പെട്ടെന്ന് നമുക്കതിനകത്ത് കാൽസ്യവും അതുപോലെ തന്നെ മഗ്നീഷ്യവും ഈ സൾഫറും തെങ്ങിന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ തെങ്ങിൻ്റെ ചൂട് തടമെടുത്തതിന് ശേഷം ഇത് ആദ്യം ഉപയോഗിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചവറ് അല്ലെങ്കിൽ കാലിവളങ്ങൾ, എല്ലുപൊടി, അതല്ലെങ്കിൽ സ്റ്റെറാമീൽ പോലുള്ള അല്ലെങ്കിൽ ബയോറിച്ച് പോലുള്ള നീം കേക്ക് പോലുള്ള വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ അങ്ങനെ കിടന്നതിന് ശേഷം നമ്മൾ മൂടുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ടാമത്തെ ഒരു പ്രയോഗമായിട്ട് രാസവളം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു വർഷത്തിൽ കായ്ക്കുന്ന തെങ്ങിന് ഏകദേശം 500 ഗ്രാം നൈട്രജനും 320 ഗ്രാം ഫോസ്ഫേറ്റും ഒരു 1200 ഗ്രാം പൊട്ടാഷ്യം വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഈ സമയത്ത് ഈ തെങ്ങ് മൂടുന്ന സമയത്ത് ഇട്ടുകൊടുത്ത് പുല്ലെല്ലാം ചെത്തിക്കൂട്ടി തെങ്ങ് മൂടി ഇടുന്നത് നല്ലതാണ്. അത് മൂടി ഇടുന്നത് ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി അതങ്ങനെ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. ഈ രാസവളങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ 500 ഗ്രാം നൈട്രജനും 320 ഗ്രാം ഫോസ്ഫേറ്റും 1200 ഗ്രാം പൊട്ടാഷ്യം ഒരു കായ്ക്കുന്ന തെങ്ങിന് ഒരു വർഷത്തിൽ ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തെങ്ങ് മൂടുന്ന സമയത്ത് അതിൻ്റെ പകുതി നമ്മളിട്ട് മൂടണമെന്ന് പറഞ്ഞു. ബാക്കി പകുതി ഉള്ളത് ഈ മെയ് ജൂൺ മാസത്തിൽ, അതായത് കാലവർഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തെങ്ങിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തെങ്ങിന് ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് അത് പെട്ടെന്ന് തെങ്ങ് വലിച്ചെടുക്കാനായിട്ട് കഴിയും. പിന്നെ ഈ തെങ്ങിൻ്റെ തടമെടുക്കുന്ന 2 രീതി നമുക്ക് തടമെടുക്കാം. ചില പ്രദേശത്തൊക്കെ അതിന് ചുറ്റി തടമെടുക്കുന്ന ഒരു രീതിയുണ്ട്. ചില പ്രദേശത്ത് തെങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം തടമെടുക്കുന്ന രീതിയുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം തടമെടുത്ത് ചെയ്യുന്നതും നല്ലൊരു കാര്യമാണ്. കാരണം ആ ഭാഗത്ത് പിറ്റേ വർഷം ആ ഭാഗത്ത് എടുക്കാതെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തടമെടുത്ത് വളം ചെയ്യുന്ന രീതിയും വളരെ നല്ലതാണ്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളിൽ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു കീടമാണ് കൊമ്പൻ ചെല്ലി അഥവാ ഒറിക്ടസ് റൈനോസെറസ് എന്ന കീടം. ഇത് തെങ്ങിനെ ബാധിക്കുന്നത് തെങ്ങിൻ്റെ ഈ കൂമ്പ് ഭാഗത്ത് വന്ന് ഇരുന്നിട്ട് അതിൻ്റെ ആ മൃദുവായിട്ടുള്ള അല്ലെങ്കിൽ ഇളം കാമ്പ് തിന്ന് നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് അത് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഈ തെങ്ങിലൊന്ന് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഈ തെങ്ങിൻ്റെ ഇത് T തെങ്ങ് ഇനത്തിൽപ്പെട്ട തെങ്ങാണ്. ഇത് കണ്ടോ, ഈ കൊമ്പൻചെല്ലി വന്നിരുന്ന് ഈ കൊമ്പൻചെല്ലി ഇതുപോലെ കണ്ടോ, ഇത് നീര് വലിച്ചു കുടിച്ചിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് തള്ളിവിടുന്നതാണ് ഈ കാണുന്നത്. ഇത് കൊമ്പൻചെല്ലിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൊമ്പൻചെല്ലിയുണ്ട്. ഇപ്പോൾ ഇതിന് മരുന്നൊഴിച്ച് ഇതിനെ നശിപ്പിച്ച് കളയേണ്ടതായിട്ട് വരും. ഈ കണ്ടോ, ഇതെല്ലാം ഈ കൊമ്പൻചെല്ലി ഈ നീര് വലിച്ചു കുടിച്ച് കളയുന്നതാണ്. ഇതിവിടുന്ന് ഈ കൊമ്പൻചെല്ലി നീര് വലിച്ചു കുടിച്ച് താഴോട്ട് ഇറങ്ങി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴോട്ട് പോയി മണ്ടയുടെ ഭാഗത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ മണ്ട നശിപ്പിച്ച് കഴിയുമ്പോഴാണ് തെങ്ങ് നശിച്ചു പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. ഇതിന് നമുക്ക് ഏതെങ്കിലും ഒരു കീടനാശിനി ഉപയോഗിച്ച് നമുക്കിതിനെ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. കൊമ്പൻചെല്ലിയെ നിയന്ത്രിക്കാൻ നമുക്ക് ചില മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോൾ രാസകീടനാശിനിയാണെങ്കിൽ ക്വിനാൽഫോസ് 25EC എന്ന കീടനാശിനി നമുക്ക് വെള്ളവുമായി കലർത്തിയിട്ട് തെങ്ങിൻ്റെ കൂമ്പിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, അതൊരു ഓർഗാനിക് ഒരു ജൈവ ഉൽപ്പന്നമാണ്. അത് നമുക്ക് അത് തെങ്ങിൻ്റെ കൂമ്പിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ പാറ്റഗുളിക ഈ തെങ്ങിൻ്റെ ഈ കവിളിൽ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ട് അല്പം മണലിട്ട് വെച്ചിരുന്നാൽ ഇത് വരാൻ സാധ്യത കുറവാണ്.
ഇതും അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഈ വേപ്പെണ്ണയിൽ നിൽക്കുന്ന അസാഡിറാക്റ്റിൻ ഒരു 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് തെങ്ങിൻ്റെ കൂമ്പിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഈ തരത്തിലുള്ള കൊമ്പൻ ജില്ലയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. തെങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു കീടമാണ് ചെമ്പൻ ജെല്ലി അഥവാ റിംഗോഫോറസ് ഫെറൂജിനിയസ് എന്ന് പറയുന്ന കീടം. ഇത് ചുമപ്പ് കളറിലുള്ള ഒരു വണ്ടാണ്. ആ വണ്ട് ഈ തെങ്ങിൻ്റെ ഈ ഭാഗത്തെ ഏതെങ്കിലും ഭാഗത്ത് ഇപ്പോൾ കൊമ്പൻ ജില്ലി കുത്തിയ ആ ഭാഗത്തോ ഹോളിലൂടെയോ അതില്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൂടെ കടന്ന് ഈ തെങ്ങിൻ്റെ മണ്ടയുടെ ഭാഗത്ത് എവിടെയെങ്കിലും മുട്ടയിട്ടുണ്ടാകുന്ന ഈ പുഴുവാണ് ഈ തെങ്ങിൻ്റെ ഉള്ളിൽ ഭാഗത്തെ മൃദുവായിട്ടുള്ള ഭാഗം തിന്ന് നശിപ്പിച്ച് അവിടെ ഫംഗസോടെ കയറി വന്നു കഴിയുമ്പോഴാണ് തെങ്ങിൻ്റെ ഈ മണ്ട ചീഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനും നമുക്ക് ക്വിനോൽഫോസ് 25 EC അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് ഈ ചെമ്പഞ്ചില്ലി വരുമ്പോൾ സാധാരണ രീതിയിൽ അതിൻ്റെ കൂടെ കൂമ്പ് ചീച്ചിലോടെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ക്വിനോൽഫോസിൻ്റെ കൂടെ നമുക്ക് കോപ്പറോക്സി ക്ലോറൈഡോ അതല്ലെങ്കിൽ ബോഡോ മിശ്രമോ ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. അടുത്തത് തെങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു കീടമാണ് ഈ തെങ്ങോലപ്പുഴു എന്ന് പറയുന്നത്. ഈ തെങ്ങോലപ്പുഴു തെങ്ങിൻ്റെ ഈ ഓലയുടെ ഭാഗത്ത് കണ്ടോ, ഈ ഓലയുടെ ഭാഗത്ത് ഇങ്ങനെ ഈ പച്ചയായിട്ടുള്ള ഭാഗം തിന്ന് നശിപ്പിക്കുകയാണ് തെങ്ങോലപ്പുഴുവിൻ്റെ ആക്രമണത്തിൻ്റെ ലക്ഷണം. അപ്പോൾ അത് അങ്ങനെ തിന്ന് നശിപ്പിച്ച് കഴിയുമ്പോൾ മൊത്തം ഈ ഓലയെല്ലാം കരിഞ്ഞ് ആ കൈ ഉണങ്ങി നശിച്ചു പോകുന്ന ഒരു പ്രവണതയാണ് തെങ്ങോലപ്പുഴു വരുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തെങ്ങോലപ്പുഴുവിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കീടനാശിനി പ്രയോഗമാണ്. അതായത് ഒരു ജൈവ മിത്ര കുമിൾനാശിനി നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് ബവേറിയ ബസിയാന എന്ന് പറയുന്ന ഒരു മിത്ര കുമിളാണ് അത് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ വെള്ളത്തിൽ കലർത്തിയിട്ട് തെങ്ങിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പച്ചയായിട്ടുള്ള ഭാഗത്ത് അത് വളർന്ന് കീടങ്ങൾ വന്നു കഴിയുമ്പോൾ കീടങ്ങളുടെ ശരീരത്തിൽ അത് കയറിയിട്ട് കീടങ്ങളെ നശിപ്പിച്ച് കളയുന്ന ഒരു രീതിയുണ്ട്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഒരു രാസകീടനാശിനി പ്രയോഗം നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അത് 0.02% വീര്യത്തിൽ ഡൈക്ലോറോവോസ് എന്ന് പറയുന്ന കീടനാശിനി വെള്ളത്തിൽ കലർത്തിയിട്ട് അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. അതും അല്ലെങ്കിൽ മറ്റൊരു ഒരു രാസകീടനാശിനിയാണ് 0.05% വീര്യത്തിൽ മലാത്യോൺ എന്ന കീടനാശിനി ഉപയോഗിച്ചാലും നമുക്കിത് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും. തെങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു കീടമാണ് ഈ വെള്ളീച്ച അഥവാ വൈറ്റ് ഫ്ലൈ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, തെങ്ങിൻ്റെ അതിൻ്റെ ഒരു സിംറ്റംസാണ് ഈ കാണുന്നത്. കണ്ടോ, ഈ കാണുന്നത് വെള്ളീച്ചയുടെ ഇത് കണ്ടോ, ഇതെല്ലാം വെള്ളീച്ചയുടെ ലക്ഷണങ്ങളാണ്. ഇതെല്ലാം കാണുന്നത് വെള്ളീച്ചയാണ്. ഇത് വെള്ളീച്ച ഈ ഭാഗത്ത് ഇരുന്നു കൊണ്ട് ഈ നീരെല്ലാം വലിച്ചു കുടിച്ച് കഴിയുമ്പോൾ ഈ തെങ്ങിൻ്റെ ഈ ഓലയുടെ ഈ ഭാഗത്ത് കറുത്ത കളർ വരും. കറുത്ത കളർ വന്ന് ഈ ഓല ഈ തെങ്ങ് നശിച്ചു പോകുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ, അതായത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയും. അതല്ലെങ്കിൽ രാസകീടനാശിനിയായ തയോമെത്തോക്സം അസഫേറ്റ് പോലുള്ള കീടനാശിനി നമ്മൾ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളീച്ച നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. അടുത്തതായിട്ട് നമുക്ക് തെങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു കീടമാണ്, അതായത് നാളികേരത്തിലാണ് അതിൻ്റെ കീടത്തിൻ്റെ ആക്രമണം കാണുന്നത്. തേങ്ങ ഒരു മൂപ്പ് എത്തുന്നതിന് മുമ്പായിട്ട് മച്ചിങ്ങ പാകത്തിലിരിക്കുന്ന സമയത്ത് അതിൻ്റെ മോട് ഭാഗത്തായിട്ട് ഈ മണ്ടിരി വന്നിട്ട് അതിൻ്റെ നീര് വലിച്ചു കുടിച്ച് അത് മുരട് പിടിച്ചതുപോലെ അതല്ലെങ്കിൽ ചെറിയ ചെറിയ വരകൾ പോലെ കാണുന്നതാണ് ഈ മണ്ടിരിയുടെ ലക്ഷണം. അപ്പോൾ ഈ മണ്ടിരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു തെങ്ങിന് മാത്രം തെങ്ങിന് മാത്രം മരുന്ന് അടിച്ചാൽ പോരാ, അതിൻ്റെ അടുത്ത് നിൽക്കുന്ന മറ്റ് കമുകിന് തെങ്ങിനും നമുക്ക് ഈ മരുന്ന് തളിക്കേണ്ടതായിട്ട് വരും. അതിന് നമുക്ക് ഒരു ജൈവ കീടനാശിനിയായിട്ടുള്ള അസാഡിറാക്റ്റിൻ 4 ml 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി നമുക്ക് ഉപയോഗിച്ചാൽ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയും. അതുകൂടാതെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് ഉപയോഗിച്ചാലും ഈ മണ്ടരിയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. ഇതല്ലെങ്കിൽ നമുക്ക് ഒരു മണ്ടരിനാശിനിയായിട്ടുള്ള ഡൈക്കോഫോൾ എന്ന് പറയുന്ന ഒരു കീടനാശിനിയുണ്ട്. അത് ഒരു 3 ml 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. അതും അല്ലെങ്കിൽ സൾഫെക്സ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമുണ്ട്. അത് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി അടിച്ചാലും ഈ മണ്ടരിയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. പക്ഷേ മണ്ടരിക്ക് നമ്മൾ മരുന്ന് ഉപയോഗിക്കുമ്പോൾ അത് അടുത്തടുത്ത് ഈ ഉള്ള കൊലകളിലെല്ലാം അടുത്ത് ചേർന്ന് നിൽക്കുന്ന തെങ്ങുകളിൽ കമുകളിലെല്ലാം നമ്മൾ മരുന്ന് പ്രയോഗം നടത്തിയെങ്കിൽ മാത്രമേ അത് നമുക്ക് വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് തെങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് കൂമ്പ് ചീയൽ എന്ന് പറയുന്നത്. ഈ കൂമ്പ് ചീയലിന് കാരണമാക്കുന്നത് ഫൈറ്റോപ്തോറ ഫാമിവോറ എന്ന് പറയുന്ന ഒരു കുമിളാണ് ഇതിന് കാരണക്കാരായിട്ട് വരുന്നത്. സാധാരണ രീതിയിൽ കൊമ്പൻചെല്ലിയുടെ ആക്രമണം കണ്ടിട്ടുള്ള തെങ്ങിൽ ഇത് രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേർകൂമ്പിന് തൊട്ട് താഴെയുള്ള കൈകൾക്ക് ചെറിയ തോതിലൊരു മഞ്ഞളിപ്പ് കാണും.
കൂമ്പ് നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഊരിപ്പോരും. അതായത് കൂമ്പ് അതിൻ്റെ അടിഭാഗം ചീഞ്ഞിട്ടുണ്ടാവും. അത് ആ ചീച്ചിൽ നേരെ താഴെ മണ്ടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മണ്ട പോയാൽ ആ തെങ്ങ് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ബോഡോ മിശ്രിതം, അതായത് 1% വീര്യത്തിലുള്ള ബോഡോ മിശ്രിതം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. അതല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറഞ്ഞ ഒരു ഉൽപ്പന്നം നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതൊരു 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് കൂമ്പിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൈറ്റോപ്തോറ ഫാമിവോറ എന്ന ഈ കുമിളിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയും. അടുത്ത മറ്റൊരു രോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാളി എന്ന് പറയുന്ന രോഗമാണ്. അത് ഈ മച്ചിങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ അത് പെൺപുഷ്പം ഇതിങ്ങനെ ആൺപുഷ്പം നേരത്തെ തന്നെ കൊഴിഞ്ഞു പോകും. പുഷ്പം അതിനോടടുത്ത് തന്നെ ഇത് കൊഴിഞ്ഞ് കീപ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് മഹാളിയുടെ ലക്ഷണം. അതിനും നമുക്ക് ഈ ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് തളിച്ച് നിയന്ത്രിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഇനി ഈ ബോർഡോ മിശ്രിതം ഉണ്ടാക്കുന്ന വിധം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. പല കർഷകരും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഈ ബോർഡോ മിശ്രിതം ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ച്. ബോർഡോ മിശ്രിതം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വേണ്ടത് 1 കിലോ തുരിശും 1 കിലോ ചുണ്ണാമ്പും 100 ലിറ്റർ വെള്ളവുമാണ് അത് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത്. അതിന് ഉപയോഗിക്കേണ്ട ഒരു പാത്രം എന്ന് പറയുന്നത് ഒന്നുകിൽ മരം കൊണ്ട് നിർമ്മിച്ചതോ അതല്ലെങ്കിൽ ചെമ്പ് കൊണ്ടുണ്ടാക്കിയതോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയോ ബാരലുകളെ നമുക്കതിന് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1 കിലോ ചുണ്ണാമ്പ് ഏകദേശം ഒരു 1/100 എങ്കിലും നല്ല വെന്ത കക്ക നോക്കി പറക്കിയെടുത്തിട്ടതിന് ശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ച് അത് ചുണ്ണാമ്പാക്കി എടുത്തത് 1 കിലോ അത് ഒരു 50 ലിറ്റർ വെള്ളത്തിൽ മറ്റൊരു പാത്രത്തിൽ നമ്മൾ കലർത്തി വയ്ക്കുക. അതിനുശേഷം 1 കിലോ തുരിശ് വേറൊരു പാത്രത്തിൽ അത് പൊടിച്ച് കിഴി കെട്ടിയിട്ട് അതിങ്ങനെ എടുത്തതിന് ശേഷം ഈ തുരിശ് വെള്ളം എടുത്ത് ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് ഒഴിച്ചുകൊണ്ട് ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കി എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായ കൂട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നന്നായിട്ട് തേച്ച് മിനുക്കിയിട്ടുള്ള ഒരു ഇരുമ്പിൻ ദണ്ണ് ഈ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കോപ്പറിൻ്റെ ഒരംശം അതിൽ പിടിക്കുകയാണെങ്കിൽ അതിനകത്ത് കോപ്പർ കണ്ടൻറ്റ് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരല്പം ചുണ്ണാമ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് വരും. ഇതാണ് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം. ഇത് നമുക്ക് ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ ഈ രോഗങ്ങൾക്ക് വേണ്ടി ഇത് പ്രയോഗിക്കാനായിട്ട് നമുക്ക് കഴിയും. അടുത്തതായിട്ട് തെങ്ങിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് കാറ്റുവീഴ്ച രോഗം അഥവാ വേര് രോഗം എന്ന് അറിയപ്പെടുന്ന ഒരു രോഗം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ തെങ്ങിൻ്റെ ഓലകളെല്ലാം ചുരുണ്ടുകൂടി ഒരു ഉള്ളിലേക്ക് വളഞ്ഞ് ഓലക്കാലുകളെല്ലാം വളഞ്ഞ് തെങ്ങിൻ്റെ കൈകളെല്ലാം നീളം കുറഞ്ഞ് കരിഞ്ഞ് ഉണങ്ങി തെങ്ങ് നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് അത് കാണുന്നത്. ഇത് 1882 ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഈ തരം രോഗം നമ്മുടെ ഈ രാജ്യത്ത് കണ്ടു തുടങ്ങിയത്. അതിന് ഫലപ്രദമായ ഒരു മരുന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പോലും അതിന് ശക്തമായ രീതിയിൽ പ്രതിരോധശേഷി കിട്ടാവുന്ന രീതിയിലുള്ള വളങ്ങൾ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസുകൾ NPK കൂടാതെ മറ്റു മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം തെങ്ങിന് കൊടുക്കുകയും നല്ല പരിചരണം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബോർഡോ മിശ്രിതം ഉണ്ടാക്കി ഉപയോഗിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയും. ഇപ്പോൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് ഇത് കണ്ടെത്താത്തതുകൊണ്ട് നമുക്കത് ചെയ്യാൻ നമുക്ക് നിർവാഹമുള്ളൂ. തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള ഒരു അത്യാവശ്യം കർഷകർ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ മറ്റുള്ള കർഷകർക്ക് കൂടെ പ്രയോജനപ്രദമാകുന്ന തരത്തിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഈ വീഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ഞാനുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിക്കുക.